എല്ലാവർക്കും നമസ്കാരം. എന്റെ പൊന്നു ദൈവമേ, അടിപൊളി. പറ എന്തോ വിവരക്കേട് പറയാൻ വന്നതാണ്. പറ എന്താണ്? കഴിഞ്ഞ ദിവസം മഹിളാ മോർച്ച സംസ്ഥാന വ്യാപകമായി നടത്തിയ KSRTC ബസ്സിൽ ഫ്രീ ടിക്കറ്റ് നൽകണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സമരത്തിന്റെ എതിരായിട്ട് നിരവധി കമന്റുകൾ ഞാൻ വായിച്ചു. ഇത് നെഗറ്റീവ് കമന്റ്സ് അല്ല, ഇതാണ് പച്ചത്തെറി. കുറച്ച് ചാണകങ്ങൾ ഒഴികെ ബാക്കി സകലമാന ജനങ്ങളും വിളിച്ച തെറികളാണ്. ഈ തെറികൾ എന്തൊക്കെയാണെന്ന് അറിയണമെങ്കിലേ ആ കമന്റ് ബോക്സിൽ പോയി നോക്കിയാൽ മതി. പെറ്റ തള്ള സഹിക്കൂല. ഞങ്ങൾ BJPയോ അല്ലെങ്കിൽ മഹിളാ മോർച്ചയോ അത്രക്ക് ബുദ്ധിയില്ലാത്ത ആൾക്കാരൊന്നും അല്ല. നമ്മൾ ഈ സമരം അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത്. അത് ശരി, നിങ്ങളുടെ പാർട്ടിയില് ബുദ്ധിയുമില്ല ബോധവുമില്ല, ആകെയുള്ളത് ചാണകവും കുറച്ച് വർഗീയതയും മാത്രം. പിന്നെ നമുക്കറിയാം, കഴിഞ്ഞ 10 കൊല്ലമായിട്ട് LDF സർക്കാർ ജനങ്ങളെ പറ്റിച്ച് ഇന്ന് അവരുടെ ഭരണം അവസാനിച്ചിരിക്കുകയാണ്. ഇനി VD സതീശനും അതേപോലെ VD സതീശന്റെ ടീം ഇനി 5 കൊല്ലം ഇവിടെ ജനങ്ങളെ പറ്റിക്കാൻ ഇനി ഞങ്ങൾ വിടുന്നില്ല. പറഞ്ഞത് സത്യം. പറഞ്ഞു പറ്റിക്കാനുള്ള അവകാശവും കഴിവും ഈ പാർട്ടിക്കല്ലാതെ വേറെ ആർക്കുമില്ല. അത് കുറെ വർഷങ്ങളായിട്ട് നമ്മൾ കാണുക. 15 ലക്ഷം രൂപ, 50 രൂപയ്ക്ക് പെട്രോള്. എന്തായാലും ഇത്രയും ഉളുപ്പില്ലാത്ത ഒരു കൂട്ടര് ഇവര് മാത്രമായിരിക്കും. അതെല്ലാം നമുക്ക് ഓർമ്മയുള്ളതാണ്. ഈ 5 വാഗ്ദാനങ്ങൾ നടപ്പിലാക്കില്ലെങ്കിൽ VD സതീശൻ അതേപോലെ VD സതീശന്റെ ടീം ഇനി 5 കൊല്ലം സ്വസ്ഥമായിട്ട് ഭരിക്കാൻ BJPയോ അല്ലെങ്കിൽ മഹിളാ മോർച്ചയോ വിടാനൊന്നുമില്ല. ജനങ്ങൾക്ക് നീതി നൽകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ BJP അതേപോലെ മഹിളാ മോർച്ച പ്രവർത്തിക്കുന്നുള്ളത്. അതുക്കുള്ള കോമൺ സെൻസ് ഞങ്ങൾക്കുണ്ട്. ഇത്രയും ഉളുപ്പില്ലാത്ത ഒരു പാർട്ടി വേറെ ഞാൻ കണ്ടിട്ടേയില്ല. എന്തായാലും ജനങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ട് വരുത്തുന്ന, എന്തായാലും ഇവരെ പോലെ സംസാരിക്കുന്ന വേറൊരാളാണ് ഇവർ. പാലക്കാട് എങ്ങനെയാണ് ശോഭാ സുരേന്ദ്രൻ തോറ്റത്? പാലക്കാട്ടുകാർക്ക് 2 MLA ഉണ്ടാകും. ഒരാൾ നിയമസഭയ്ക്ക് അകത്തായിരിക്കും, ഒരാൾ പാലക്കാടിലെ ജനങ്ങൾക്കിടയിലായിരിക്കും. ഞാനൊരു നിഴൽ MLA ആയിരിക്കും.